ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെയാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നല്ലൊരു ദിവസം ആകട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സിൽ മൗലിക കടമകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റും LGSനും വേണ്ടിയിട്ട് വേരിയസ് LGS നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രിലിംസ് മെയിൻസിനും കൂടിയിട്ട് എന്ത് ചെയ്യണം, ഒപ്പം പഠിച്ചു പോകണം. അപ്പോൾ നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണാം. ഇനി മെയിൻസ് എത്തുന്ന സമയത്ത് വീണ്ടും ഞാൻ പറയുകയാണ്, ഇനി എക്സ്ട്രാ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിട്ട് പഠിക്കുകയാണ്. പിന്നെ LDC എഴുതിയവരിൽ നിരാശരായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പിന്തുടർന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് പഠിച്ചു മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത ലിസ്റ്റിൽ നിങ്ങൾ കയറിയിരിക്കും. അത് 100% ഉറപ്പാണ്. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ടുള്ള ഈ കുരങ്ങ് ഒരു മരത്തിൽ ചാടി ഒരു മരത്തിൽ ചാടിയിട്ട് കളിക്കുന്ന പോലെ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോകും. അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ ടോപ്പിക്കും പഠിച്ചു മാറ്റുക. പഠിച്ചു മാറ്റുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിലിംസിന്റെ സിലബസിൽ നമുക്കറിയാം ഏതാണ്. ഇപ്പൊ പ്രിലിംസിന്റെ സിലബസ് ഉണ്ട്, അതേപോലെ തന്നെ മെയിൻസിന്റെ സിലബസും തന്നിട്ടുണ്ട്. മൊത്തം 15 മാർക്കാണ്. അപ്പൊ നമ്മൾ 15 മാർക്ക് എന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്ക് സെറ്റാക്കി നമ്മൾ വെക്കും കേട്ടോ. നമ്മൾ പ്രിലിംസ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ കഴിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഏത് മാത്രമാണ്, എക്സ്ട്രാ പോയിന്റ് വരുന്നുണ്ടല്ലോ, സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അത് മാത്രമാണ് ബാക്കി നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ക്ലാസ് അതും നമ്മൾ നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ ചെയ്ത് കേൾക്കേണ്ട. ഭരണസംവിധാനം, സുപ്രധാന നിയമങ്ങളൊക്കെ എത്രത്തോളം ആഴത്തിലെടുക്കാൻ പറ്റുന്നുണ്ട് അത്രത്തോളം NCERT ബേസ് ചെയ്തിട്ട് അവിടെ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒപ്പം വന്നാൽ മാത്രം മതി കേട്ടോ. ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ട് പിന്നോട്ട് മറിയരുത്. പിന്നോട്ട് മാറിക്കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെ ചാടിക്കടന്നിട്ട് മുന്നോട്ട് വരാൻ ആളുണ്ട് ബാക്കിൽ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിനിപ്പോ സെക്രട്ടേറിയറ്റ് ഇല്ലേ, നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാകും സ്റ്റേറ്റ് വൈഡ് ആണ് ഇതൊക്കെ. ഒരു 2 മിനിറ്റ് നിങ്ങളെ ഒന്ന് ഒരു ഇംപ്രഷൻ തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ. സെക്രട്ടേറിയറ്റ് OAയും നമ്മൾ പറഞ്ഞു ലാബ് അസിസ്റ്റന്റും LDCയുടെയും റാങ്ക് ലിസ്റ്റ് സെയിം ആയിട്ട് വരുന്ന ടൈമാണ്. അപ്പോ ഈ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻ ലിസ്റ്റ് എല്ലാ ആൾക്കാരെയും എടുത്തു. അപ്പൊ 893 പേരെയാണ് മെയിൻ ലിസ്റ്റ് എടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ആ മെയിൻ ലിസ്റ്റ്. ഇനി ബാക്കി എടുക്കാൻ അവിടെ ആളില്ല. കാരണം കഴിഞ്ഞ ലിസ്റ്റ് ചുരുക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഫുള്ള് എടുത്തു കഴിഞ്ഞു, ഇനി അതിൽ ആളില്ല എടുക്കാൻ. അപ്പൊ ഇപ്പൊ ആ ലിസ്റ്റ് എന്താണ്, ആളില്ലാതെ ഒഴിവ് വേക്കന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലിസ്റ്റിൽ ആളില്ല. അപ്പൊ ഇനി ഒരു വർഷമുണ്ട്, മനസ്സിലായോ? ഈ ഒരു വർഷം വരെ വരുന്ന വേക്കന്റും പിന്നെ നമ്മുടെ ലിസ്റ്റ് 3 വർഷമുള്ള വേക്കന്റും. അപ്പൊ നോക്കിക്കേ, ഇത്രയും ഉള്ള ഒഴിവ് മുഴുവൻ അടുത്ത ലിസ്റ്റ് നിന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ലിസ്റ്റിൽ നല്ലൊരു 100 റാങ്കിന്റെ ഉള്ളിൽ നമ്മൾ ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിലോ നമുക്ക് ഈ 2025 തന്നെ എന്താണ് ഡിസംബർ ഒക്കെ കഴിയുമ്പോഴേക്കൊക്കെ തന്നെ ഈ 100-നുള്ളിലൊക്കെ വേക്കന്റ് എന്ത് ചെയ്യും, പോയി കഴിഞ്ഞിരിക്കും. അപ്പൊ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് പഠിക്കുക. നിങ്ങൾ വലിയ എന്താണ് സ്റ്റേറ്റ് ലെവലാണ് ഞാൻ എങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. കാരണം നമ്മളിപ്പോ LDയിൽ പെട്ടവരെന്നെ ആയിരിക്കും ഏതിൽ പരമാവധി ഈ സെക്രട്ടേറിയറ്റ് OAയിലും വരിക. അപ്പൊ ഈ സെക്രട്ടേറിയറ്റ് OAയിൽ വരുന്നവര് LD കിട്ടിയവര് സെക്രട്ടേറിയറ്റ് OAക്ക് വരില്ലല്ലോ, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഈ സെക്രട്ടേറിയറ്റ് OAയിലേക്ക് നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജോലി സാധ്യത കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇതിൽ 3/4 പേരും എവിടെയായിരിക്കും, LDCയിലുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് വേണ്ട. അപ്പൊ നമ്മളെ തേടിയിട്ട് എന്ത് ചെയ്യും, ഈ സെക്രട്ടേറിയറ്റ് OA പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിലേക്ക് അഡ്വൈസ് വരും. അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ എന്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല. കാരണം നിങ്ങളെപ്പോലെ ഒരു ഉദ്യോഗാർത്ഥി തന്നെയാണ് ഞാനും. അപ്പൊ അതിന്റെ വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ടെൻഷൻ അടിച്ചിട്ട് ബാക്കോട്ട് തിരിയരുത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 3 ലിസ്റ്റും ഒപ്പം വരുന്ന സമയത്ത് നമ്മൾ റെഡി ആകണം, നമ്മൾ വില്ലിങ് ആയിരിക്കണം. ഇപ്പൊ നെഗറ്റീവ് നമുക്കറിയാം. ഇപ്പൊ ഈ കഴിഞ്ഞ ജില്ലകൾ, പാലക്കാട് ജില്ലയിലാണ് ഒരുപാട് മൈനസ് അടിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ നല്ല രീതിയിൽ മൈനസ് അടിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, പരമാവധി സിലബസിനെ പൂർണ്ണമായി പഠിക്കുക. സിലബസിനെ പൂർണ്ണമായി പഠിച്ചിട്ട് എത്രത്തോളം റിവിഷൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ എന്ന് 100% ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എക്സാം ഹോളിൽ പോയിട്ട് സ്റ്റേറ്റ്മെന്റിനെയൊക്കെ എലിമിനേഷൻ മെത്തേഡിലൊക്കെ ഒഴിവാക്കി ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയണം. എന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കും അത്രത്തോളം റിവിഷൻ കഴിയണം. പിന്നെ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും A to Z കാര്യങ്ങൾ അവിടെ പഠിച്ചു പോവുക. പ്രിലിംസ് ആണ്, മെയിൻസ് ആണ്, മറ്റു വേറെ പഠിക്കാൻ തന്നെ പഠനഭാരം കൂടിക്കൊണ്ട് ദിവസം തോറും കൂടുകയുള്ളൂ. ഞാനിവിടെ എന്റെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി കഴിയുമ്പോൾ പഠനഭാരം കുറയ്ക്കണം. ഇപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് വിഷയങ്ങൾ എടുക്കും. അത് കഴിഞ്ഞ് ഇന്ത്യൻ ജോഗ്രഫി എടുക്കും. നമ്മുടെ പ്രിലിംസ് വന്നിട്ട്
എപ്പോഴാണ് ഡിസംബറിൽ പ്രിലിംസ് ഉണ്ടാവും അല്ലെ? ഡിസംബറിൽ പ്രിലിംസ് ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ ഏകദേശം ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞിരിക്കും. അതായത് പ്രിലിംസ് കഴിഞ്ഞ് നിങ്ങൾ ബാക്കോട്ട് ഒന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ്, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇതൊക്കെ അവിടെ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള സ്പെഷ്യൽ ടോപ്പിക് മാത്രമേ ഉള്ളൂ. അത് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നത്, അത് മാത്രം നിങ്ങൾ പിന്തുടർന്ന് പോയാൽ മതി. അത് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ എന്റെ ഉദ്യോഗാർത്ഥി ഒരു 5 മിനിറ്റായി സമയം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ക്ലാസ് മാത്രം കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഇംഗ്ലീഷും മാത്സും നമുക്ക് ഇംഗ്ലീഷും മലയാളം നമുക്ക് ഏതിലില്ല, പ്രിലിംസിലില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾ അത്രമാത്രം ചെയ്താൽ മതി. ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. ഒരു ഇംഗ്ലീഷിനും മലയാളത്തിനും ഇതിനൊരു 10 മിനിറ്റും ഇതിനൊരു 10 മിനിറ്റും ഒരു എന്റർടൈൻമെന്റ് യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കാണുന്ന നേരം അത് ഒഴിവാക്കിയിട്ട് ആ സമയം ഒരു 10 മിനിറ്റ് ഒരു റിപ്പോർട്ടർ സ്പീച്ച് എടുക്കുക. ഒരു റിപ്പോർട്ടർ സ്പീച്ച് എടുത്തിട്ട് അതിന്റെ ഒരു 3 മോഡൽ പഠിക്കും. ഒരു 3 മോഡൽ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു മോഡൽ പഠിക്കടാ, അല്ലെങ്കിൽ ഒരു 2 മോഡൽ പഠിക്കടാ, 3 കൂടുതൽ നിങ്ങൾ പഠിക്കണ്ട. ഒരു 3 മോഡൽ റിപ്പോർട്ടർ സ്പീച്ചിൽ ഒരു 3 മോഡൽ പഠിക്കും. പിറ്റേ ദിവസം അതേപോലെ ഒരു 3 മോഡൽ പഠിക്കും. അതേ പിറ്റേ ദിവസം ഒരു 3 മോഡൽ പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോഴേക്കും റിപ്പോർട്ടർ സ്പീച്ച് കഴിഞ്ഞില്ലേ? പിന്നെ ഒരു ഞായറാഴ്ച ദിവസം ആ റിപ്പോർട്ടർ സ്പീച്ചിൽ എന്തൊക്കെയാണോ ചെയ്തത് ഒന്നും കൂടി നോക്കിക്കൂടെ, അത് ചെയ്തു കഴിഞ്ഞു. അതേപോലെ ഇതേപോലെ തന്നെ ഒരു 10 മിനിറ്റ് കൊടുക്കടാ. ഒരു ദിവസം ഒരു രണ്ട് പര്യായങ്ങൾ പഠിക്കടാ, ഒരു 2 പര്യായങ്ങൾ പഠിക്കും. അതേപോലെ പിറ്റേ ദിവസം 2 പര്യായങ്ങൾ പഠിക്കും. അതിന്റെ പിറ്റേ ദിവസം 2 ആ പര്യായങ്ങൾ പഠിക്കുന്നത് ജസ്റ്റ് നോട്ട് ബുക്കിൽ എഴുതി വെക്കും. ഒരു മാസം ആകുമ്പോഴേക്കും നോക്ക് 30 ദിവസം പോട്ടെ, 25 ദിവസം, ഒരു മാസത്തിൽ ഒരു 25 ദിവസം, 25 × 2 50 പര്യായങ്ങൾ നമ്മൾ പഠിച്ചില്ലടാ. അടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഇവിടുത്തെ പര്യായങ്ങൾ പഠിക്കാതെ നമ്മൾ എന്നും PSCയുടെ മേഖലയിൽ പര്യായങ്ങൾ വരുന്നില്ലേ, അങ്ങനെ പഠിക്കണം. നമ്മൾ അറിയാതെ നമ്മുടെ ഇംഗ്ലീഷും മലയാളം എന്ത് ചെയ്യും, ഒപ്പം വരും. നമ്മുടെ പ്രിലിംസ് കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷും മലയാളം നമ്മളവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ദിവസം 2 മോഡൽ വെച്ച് പഠിക്കണം. റിപ്പോർട്ടർ സ്പീച്ച് ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ടർ സ്പീച്ച് കഴിയില്ലടാ. അടുത്ത ആഴ്ച നോക്കി ഒരു ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ചിലോ അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസോ പാസീവ് വോയിസോ ക്വസ്റ്റ്യൻ ടാഗ് അങ്ങനെ നോക്ക്. 4-5 മാസം ആകുമ്പോഴേക്കും നിങ്ങളൊന്ന് നോക്കും. ഒരാഴ്ച ആകുമ്പോഴേക്കും ഒരു ടോപ്പിക്ക് തീർത്താൽ മതി. ഒരാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ ഒരു ടോപ്പിക് ഗ്രാമറിന്റെ ഒക്കെ തീർത്ത് വെക്കുക ആദ്യം. ഗ്രാമർ പിന്നെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടും. അപ്പോൾ നമുക്ക് ഏതാണ് വൊക്കാബുലറിയാണ് നമുക്ക് അവിടെ കഷ്ടമായിട്ട് വരിക. അപ്പൊ നമ്മൾ ഗ്രാമർ എന്ത് ചെയ്യാം, ഗ്രാമറൊക്കെ സെറ്റാക്കി വെക്കുക. പ്രിലിംസ് കഴിയുമ്പോഴേക്കും ഒരു ദിവസം 2 മോഡൽ ദയവ് ചെയ്തിട്ട് നോക്കി വെക്കുക കേട്ടോ. ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് അല്ലേ, എന്നിട്ട് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള വൊക്കാബുലറി ഫുള്ളും പഠിക്കാം. അപ്പൊ അവിടെ സെറ്റായി മലയാളം അപ്പോഴേക്കും അവിടെ സെറ്റ് ആയിട്ടില്ല. നമുക്ക് ടെൻഷനും ഇല്ല. ഇപ്പൊ പിന്നെ നമ്മൾ മാത്സ് ഒക്കെ പഠിച്ചു പോകുമല്ലോ. പിന്നെ നമുക്ക് ഭാരം കുറയ്ക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താണ് നിങ്ങളുടെ മുന്നിൽ ഒരു ചേച്ചിയാണ് പറയുന്നത് എന്ന് ഒരു ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ് കേട്ടോ. അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അടുത്ത ലിസ്റ്റിൽ പ്രകൃതിയിൽ ഒരു ശക്തി ഉണ്ട്. അത് എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു വിരലൊന്ന് ചൂണ്ടിട്ടൊന്നും നമുക്കൊരു കൈത്താങ്ങ് തരും. അത് ഉറപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് 7 മിനിറ്റ് ആയിട്ടോ. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫ്രണ്ടിൽ ഒന്ന് നോക്കിയിട്ട് വെക്കോളൂ കേട്ടോ. ഞാൻ ഒരിക്കലും കേൾക്കുന്നൊന്നും പറയില്ല. നമ്മൾ ഇന്ന് എന്ത് ചെയ്തു, പൗരന്റെ അവകാശങ്ങൾ പഠിച്ചു അല്ലെ. ഏതാണ് മൗലിക അവകാശങ്ങൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഇത് തീർത്തു അല്ലെ. കാരണം NCERT ബേസ് ചെയ്തിട്ടാണ്. NCERT പറഞ്ഞാൽ NCERTയിലുള്ള പോയിന്റ് മാത്രമല്ല എടുക്കുന്നത്, സാധാരണ എന്താണോ നമ്മൾ പഠിക്കുന്നത് അത് മുഴുവൻ ചെയ്തിട്ട് പിന്നെ NCERTയിലെ ആ ഭാഗത്ത് നിന്ന് എന്താണോ വന്നിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് അപ്പൊ അവിടെ എന്തായി കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ NCERT തേടി SCERT തേടിയിട്ട് ഒന്നും പോകണ്ട. ഈ തരുന്ന ടോപ്പിക്കുകൾ വ്യക്തമായിട്ട് പഠിച്ചു പോയാൽ മാത്രം മതി കേട്ടോ. ഇന്ന് നമ്മൾ കടമകൾ എടുക്കാം. ഇന്ന് മൗലിക കടമകൾ എടുക്കാം. ഇതിൽ പറയുന്നില്ലേ മൗലിക കടമകൾ. അപ്പൊ നമ്മൾ ഇതും തീർന്നു, ഇവിടെ ഇത് തീർന്നു. ഇനി ഒന്ന് മൗലിക കടമകൾ എടുക്കുക കേട്ടാ. ഇനി മൗലിക കടമകൾ. അപ്പൊ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മൗലിക കടമകളെ കുറിച്ചിട്ട് എന്തൊക്കെ പോയിന്റ് ഉണ്ടോ അതൊക്കെ തന്നിട്ടുണ്ട്. ആ NCERT ഭാഗത്ത് വരുന്ന പോയിന്റുകൾ കൂടിയിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. എന്താണ് മൗലിക കടമകൾ ഒന്ന് നോക്കിക്കേ. 1948 കേട്ടോ. എപ്പോഴാണ് 1948 നമുക്കറിയില്ല. UN അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് അനുച്ഛേദം 29(1) പ്രകാരം 1948 മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് തന്നെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു, അതായത് മൗലിക കടമകൾ എന്നൊരു എന്ത് ചെയ്യണം, ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം. എങ്കിലേ പൗരന്മാർക്ക് എന്ത് ചെയ്യുള്ളൂ, രാജ്യത്തിനോട് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകുകയുള്ളൂ എന്നൊരു അന്ന് ഒരു അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, 48 മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് തന്നെ അനുച്ഛേദം 29(1) കേട്ടോ. അനുച്ഛേദം 29(1) ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ അനുച്ഛേദം 29(1) നോട്ട് ചെയ്യുന്നുണ്ട്. അനുച്ഛേദം 29(1) മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ അനുച്ഛേദം 29(1) അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എന്ത് ചെയ്യണം, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1976 കാലഘട്ടത്തിലാണ് അല്ലെ
അതായത് ഐ എൻ സിയോട് പറയാം. അന്ന് അറിയാലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരുന്നു അന്നത്തെ ഇത്, എന്താണ്, രാജ്യം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരുന്നു. അപ്പൊ സർദാർ സ്വരൻ സിംഗ് അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എന്ത് പറയുന്നത്, INC പറയുകയാണ്, എന്താണ്, നമ്മള് ഭരണഘടനയിൽ നിർബന്ധമായിട്ട് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയേ തീരൂ എന്നുള്ളത് പറയാണ്. അങ്ങനെ സർദാർ സ്വരൻ സിംഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 8 മൗലിക കടമകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എത്രയാണ്, സർദാർ സ്വരൻ സിംഗ് 8 മൗലിക കടമകളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1976 42ാം ഭേദഗതി പ്രകാരം എത്ര മൗലിക കടമകൾ ഉൾപ്പെടുത്തി, 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തി. അപ്പൊ 1976 42ാം ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്തത്, 10 മൗലിക കടമകൾ ഇതിൽ ഉൾപ്പെടുത്തിയത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചോദിക്കും, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അല്ലെ? കാരണം 1976 ഇത് വരുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിൽ മൗലിക കടമകൾ എന്നൊരിത് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ സമയത്താണ് ആ മൗലിക കടമകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സർദാർ സ്വരൻ സിംഗ് അധ്യക്ഷനായ ഒരു കമ്മിറ്റി എന്തു പറയുന്നത്, നമുക്ക് INC ഒരു അഭിപ്രായം പറയുകയാണ്. എന്തായാലും കമ്മിറ്റി എന്താണ്, പാർലമെന്റ് ആണല്ലോ അന്ന് എന്ത് ചെയ്യുന്നത്, നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്, അല്ലെ? അപ്പോൾ അന്ന് INC ഭരണമായിരുന്നു. അങ്ങനെ ആ ഒരു നിർദ്ദേശപ്രകാരം സർദാർ സ്വരൻ സിംഗ് എന്ത് ചെയ്തു, ഒരു 8 മൗലിക കടമകൾ മുന്നോട്ട് വെച്ചു. പക്ഷേ 76 42ാം ഭേദഗതിയോട് കൂടിയിട്ട് എത്ര മൗലിക കടമകൾ ഉൾപ്പെടുത്തി, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തി. അങ്ങനെ അത് 1977 ജനുവരി 3 നിലവിൽ വരികയും ചെയ്തു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഇനി മറക്കുവോ? ഇത് മറക്കരുത് കേട്ടോ. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേ. ഇനി മെയിൻസിനും കൂടിയിട്ടാണ് പഠിക്കുന്നത്. പഠനഭാരം നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? 42ാം ഭേദഗതി മറക്കില്ലല്ലോ, 1976 മറക്കില്ലല്ലോ, 10 മൗലിക കടമകൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. മനസ്സിലായല്ലോ? ഇനി എപ്പോഴാണ് ഇത് നിലവിൽ വന്നത്? 77 ജനുവരി 3 ഓക്കെയോ? ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കിയേ. 48 മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് ഏതാണ് അനുച്ഛേദം? 29(1) അനുച്ഛേദത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൊണ്ടുവരണം എന്നുള്ളത്. ഓക്കെയാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A ആണ്. മറക്കരുത് കേട്ടോ, 51A ആണ്, മറക്കരുത്. എത്ര മുതൽ? 10 മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ A മുതൽ 51A A മുതൽ J വരെ, J വരെ പറയുമ്പോൾ 10 അല്ലേ? ഓക്കെ, അപ്പൊ 10 മൗലിക കടമകൾ എത്രയാണ്? 51A എത്ര വേണ്ട? A മുതൽ J വരെയാണ്. ചിലപ്പോൾ A മുതൽ M വരെയാണെന്നൊക്കെ ചെയ്യുമ്പോൾ വേഗം 10 മൗലിക കടമകൾ ABC ഒക്കെ എണ്ണ. അപ്പൊ നമുക്ക് വേണ്ടതില്ല, നമ്മുടെ ആവശ്യമില്ല. അതിന് അതിന്റെ മുന്നിൽ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ കൊടുത്ത് എണ്ണിയാൽ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. A മുതൽ J വരെയാണ്. ഇനി ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആ സമയത്ത് ഇന്ത്യ പഠിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് മൗലിക കടമകൾ നിലവിൽ വരുമ്പോൾ ആരാണ് പ്രധാനമന്ത്രി, ആരാണ് പ്രസിഡന്റ് എന്നൊക്കെ ചോദ്യം വരും. പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇതിന്റെ ഇടയിൽ കൂടെ പറയണം. ശനിയാഴ്ച വരെ ക്ലാസ് വരും, ഞായറാഴ്ച ഫുൾ ഈ ഭാഗങ്ങൾ എടുത്തിട്ട് റിവിഷൻ ചെയ്യണം. ഇനി LDC കഴിഞ്ഞവരാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ശനിയാഴ്ച വരെ ക്ലാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ക്ലാസ് കിട്ടും? 6 ക്ലാസ്സുകൾ കിട്ടും. 6 ക്ലാസ് കിട്ടുമ്പോഴേക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏകദേശം ആകും. മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങൾ കഴിയും, പൗരത്വം കഴിയും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് അത് കഴിയും, ദേശീയഗാനം, ദേശീയഗീതം, ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങൾ തീർക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ കുറച്ച് ടോപ്പിക് ഉണ്ട്, അത് പഠിച്ചിരിക്കണം. ആ സിലബസിന്റെ മേൽ കാണുന്നത് മാത്രം പഠിച്ചാൽ പോരാ, കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വേറെ ഭാഗത്ത് നിന്ന് വരും. അപ്പൊ ആ ഭാഗങ്ങളും കൂടിയിട്ട് എന്ത് ചെയ്യും? ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ക്ലാസ് തരുന്നത്. അപ്പൊ നമ്മൾ ഒരാഴ്ച 6 ദിവസം ശനിയാഴ്ച ആകുമ്പോഴേക്കും എന്താകും? നമ്മുടെ മുക്കാലും ക്ലാസ്സുകൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത മൊഡ്യൂളിലേക്ക് നമുക്ക് വേഗം കടക്കേണ്ടതുണ്ട്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഞായറാഴ്ച ദിവസം ഫുൾ റിവിഷൻ ചെയ്യാം. ഇനി ഞായറാഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബൈ ചാൻസ്, നമ്മൾ മനുഷ്യാവസ്ഥയാണ്, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഞാൻ തിങ്കളാഴ്ച ക്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച ആ ക്ലാസ് കാണാതെ തിങ്കളാഴ്ച നിങ്ങൾ ഈ ഫുള്ള് കഴിഞ്ഞ ക്ലാസ്സുകൾ മുഴുവൻ പഠിച്ച് റിവിഷൻ ചെയ്തിട്ട് സ്വന്തം മനസാക്ഷിയോടെങ്കിലും നീതി പുലർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ള് തിങ്കളാഴ്ച ദിവസം ആ ഫുള്ളും ഈ 6 ദിവസം എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ അത് ഫുള്ളും പഠിച്ച് മാറ്റി സെറ്റാക്കി. ഇനി വായിക്കുന്ന സമയത്ത് ചില പോയിന്റുകൾ കിട്ടുന്നില്ല എങ്കിൽ ആ പോയിന്റുകൾ മാത്രം എടുത്ത് നോട്ട് ചെയ്യുക, അത് മാത്രം പിന്നീട് റിവിഷനായിട്ട് പോവുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? പുതിയ ക്ലാസ് വീണ്ടും കാണുക. എന്നിട്ട് അടുത്ത ആഴ്ച അപ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളൊക്കെ നമ്മുടെ കടക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം
ഓക്കെ, നമുക്കിനി മൗലിക കടമകളിലേക്ക് കടക്കാം. ആ സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? നമ്മുടെ ഇന്ദിരാഗാന്ധി ആയിരുന്നു അല്ലെ. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അങ്ങനെ 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തി 2002 വർഷമായിട്ട്, അങ്ങനെ 1976 ഒക്കെ കഴിഞ്ഞു, 2002 വർഷമായി. 2002 86 ഭേദഗതിയിൽ എന്ത് ചെയ്തു? ഒരു മൗലിക കടമകൾ കൂടിയിട്ട് ഉൾപ്പെടുത്തേണ്ട ആവശ്യം വന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പൊ എത്ര മൗലിക കടമകളാണ്? 11 മൗലിക കടമകളാണ്. അപ്പൊ ഇപ്പൊ എത്രയാണ്? 11. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക കടമകൾ ഉണ്ടായിരുന്നോ? ഇല്ല. അത് ചോദിക്കണം, മനസ്സിലാക്കണം. നമ്മൾ വേഗം പോയിട്ട് ഭരണഘടന ആദ്യം 10 മൗലിക കടമകളാണ് അല്ലെ, അത് 76 42 ഭേദഗതി പ്രകാരമാണ് വന്നത് എന്നൊന്നും അവിടെ ചിന്തിക്കില്ല നമ്മൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 10 മൗലിക കടമകളാണ്. ഇന്ന് ഇത് കാണുന്ന മിക്ക ഉദ്യോഗസ്ഥരും അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇല്ല, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 1976 42 ഭേദഗതി പ്രകാരമാണ് 10 മൗലിക കടമകൾ മനസ്സിലാക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിലെ 51A ആർട്ടിക്കിളിലാണ് അവിടെ കിടക്കുന്നത്. A മുതൽ J വരെ ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ 76 കഴിഞ്ഞു, 2002 വർഷമായി. 2002 86 ഭേദഗതി കൊണ്ടുവന്നു. എത്രയാണ്? 86 ഭേദഗതി കൊണ്ടുവന്നു. അങ്ങനെയാണ് വീണ്ടും ഒരു മൗലിക കടമകൾ കൂടി ഉൾപ്പെടുത്തി. അപ്പൊ എത്ര മൗലിക കടമകൾ? ഇപ്പൊ 11 നമ്മൾ A മുതൽ J വരെയല്ലേ പറഞ്ഞു. അപ്പൊ 11 എന്ത് ചെയ്യണം? K വരെയാക്കണം അല്ലെ. ഇപ്പൊ എങ്ങനെയാണ്? A മുതൽ K വരെയാണ്. A മുതൽ K വരെയാണ് ഇപ്പൊ 11 മൗലിക കടമകളുണ്ട്. എന്താണ് ഈ 11ാമത്തെ മൗലിക കടമ? എന്തായിരുന്നു? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ്. ഒരു സമയത്ത് കഴിഞ്ഞ വർഷം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്നവർക്ക് മനസ്സിലാകും. അത് സർക്കാരിന്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് സർക്കാരിന്റെ കടമയാണോ? അല്ല, രക്ഷിതാക്കളുടെ, ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ആരുടെ കടമയാണ്? രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് എന്നുള്ളതാണ് 2002 86 ഭേദഗതിയിൽ 11ാമത്തെ മൗലിക കടമയിൽ, അതായത് K വന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ ഇനി മൗലിക കടമ എന്ന ആശയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? USSR നിന്നാണ്. എവിടെ നിന്നാണ്? USSR. ഓൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ സ്ക്രീൻ കാണുന്ന എല്ലാതും എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഭാഗം ഓക്കെ ആയോ? ഇത് ഓക്കെ ആയോ? ഇനി മറക്കോ? 48 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ, UN നടന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ 29 അനുച്ഛേദം 29(1) രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കണം എന്നത്. ഓക്കെ, ഇനി മൗലിക കടമകൾ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ്? സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ആവശ്യമാണ് എന്നുള്ളത് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു 8 മൗലിക കടമകൾ. പക്ഷെ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് വന്നു? 10 മൗലിക കടമകൾ വന്നു. അത് 51A ഉൾപ്പെടുത്തിയത്. A മുതൽ J വരെയാണ് ഉൾപ്പെടുത്തിയത്. 2002 ആയി 86 ഭേദഗതി കൊണ്ടുവന്നു. അപ്പം 42ാം ഭേദഗതിയും 86 ഭേദഗതിയും മറക്കരുത് കേട്ടോ. 86 ഭേദഗതി കൂടി ഒരു മൗലിക കടമകൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടി വന്നു. അങ്ങനെ അപ്പൊ ഇപ്പൊ എന്തായി? A മുതൽ K വരെയായി. 11ാമത്തെ മൗലിക കടമ എന്തായിരുന്നു? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ആരുടെ കടമയാണ്? സർക്കാരിന്റെ കടമയല്ല, അത് രക്ഷിതാക്കളുടെ കടമയാണ്. ആരുടെയാണ്? രക്ഷിതാക്കളുടെ കടമയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ആശയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നവരാണ് USSR നിന്നാണ്. മൗലികാവകാശം നമ്മൾ ഇന്നലെ പറഞ്ഞു, അത് ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. മറക്കരുത് കേട്ടോ. ജുഡീഷ്യൽ റിവ്യൂ, മൗലികാവകാശം ഇന്നലെ പഠിച്ചു. അത് രണ്ടും എവിടെ നിന്നാണ്? അമേരിക്കൻ. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ ബാക്കോട്ട് ഒന്നും കൂടി റിവിഷൻ വരുന്ന സമയത്ത് എന്താണ് പഠിച്ച് നമുക്ക് ഒന്നും കൂടി ഓർമ്മ വരും. അപ്പൊ കടമെടുത്ത ആശയങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ വരില്ല, ക്ലാസ് തരാം, പക്ഷെ പഠിക്കുന്നതും കൂടി നമുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനും പറ്റും. USSR നിന്നാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ നിർവഹിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി, ഇത് NCERT കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ നിർവഹിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതിക്ക് ആ വ്യക്തിക്കെതിരെ കേസ് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 11 മൗലിക കടമകൾ ഉണ്ടെന്ന് പോലെ, ഈ 11 മൗലിക കടമകളിൽ ഏതെങ്കിലും ഒരു മൗലിക കടമ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ശിക്ഷിക്കാൻ ആർക്ക് അധികാരമില്ല? കോടതിക്ക് അധികാരമില്ല. ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ നിർവഹിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതിക്ക് ആ വ്യക്തിക്കെതിരെ കേസ് എടുക്കാനായിട്ട് ആകില്ല. പക്ഷെ ആ കടമ ഒരു നിയമമായി പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ ആർക്ക് അധികാരമുണ്ട്? കോടതിക്ക് അധികാരമുണ്ട്. നോർമലായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? മൗലിക കടമ അനുസരിച്ചില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ചുമതല നിർവഹിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു വ്യക്തിയെ ശിക്ഷിക്കാനായിട്ട് കോടതിക്ക് പറ്റില്ല. പക്ഷെ ആ ഒരു കടമ നിയമമായിട്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, നിയമമായി, ശ്രദ്ധിക്കണേ, ഒരു നിയമമായിട്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്.
ഇനി എന്തൊക്കെയാണ് നമ്മുടെ മൗലിക കടമകളുടെ സവിശേഷതകൾ നോക്കിക്കേ. നമ്മുടെ മൗലിക കടമ എന്ന് പറയുന്നത് ചിലത് ധാർമ്മിക കടമകളാണ്, മറ്റുള്ളവയാണോ പൗരധർമ്മങ്ങളുമാണ്. 11 മൗലിക കടമകളില് ചില മൗലിക കടമകൾ എന്ന് പറയുന്നത് ഒരു ധാർമ്മിക കടമയാണ്, മറ്റുള്ള എന്ന് പറയുന്നത് പൗരൻ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്, പൗരധർമ്മങ്ങളാണ്. അതായത് ഉദാഹരണം പറയുന്നത് നമ്മുടെ ദേശീയ ഗാനം ദേശീയ പതാകയൊക്കെ ബഹുമാനിക്കേണ്ടത് നമ്മളെന്താണ് ഓരോ പൗരന്റെയും ധർമ്മമാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു സ്കൂളിലേക്ക് കയറുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം ഒരു പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് നമ്മൾ നടന്നു പോകുമോ? ഒരു പ്രാർത്ഥന സ്കൂൾ ഗേറ്റ് പാസ് ചെയ്യണം, അവിടെ കുട്ടികൾ പ്രാർത്ഥന ചൊല്ലണം, നമ്മൾ നടന്നു പോകും? ഇല്ല, നമ്മൾ അവിടെ എന്ത് ചെയ്യും? സ്റ്റാൻഡ് ചെയ്യും അല്ലേ. നമ്മൾ അവിടെ നിൽക്കും, നമ്മൾ അവിടെ നിന്നിട്ട് ആ പ്രാർത്ഥന കഴിയുന്നവരെ എന്ത് ചെയ്യും? നിൽക്കും. കാരണം അതെന്താണ്? അത് എന്റെ ധർമ്മമാണ്, നമ്മുടെ ധർമ്മമാണ്, പൗരന്റെ ഒരു ധർമ്മമാണ് അല്ലെ. ഇപ്പൊ ഓഗസ്റ്റ് 15 കൊടി ഉയർത്തുന്ന സമയത്ത് ഒരു സ്കൂളിൽ നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കൊടി ഉയർത്തുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് ഫോൺ ചെയ്ത് കൊണ്ട് നിൽക്കോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സംസാരിച്ച് നിൽക്കോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ കൊടി ഉയർത്തുന്ന നമ്മൾ ആ നിമിഷം നമ്മൾ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിലേക്ക് അങ്ങോട്ട് ഒന്ന് ഇറങ്ങി ചെല്ലാറുണ്ട് അല്ലേ. ഓക്കെ, ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ആ സമയത്ത് നമുക്ക് ആ സമയങ്ങൾ നമ്മളൊക്കെ പിന്നെ PSC പഠിക്കുന്നവരായതുകൊണ്ട് ആ മേഖല ആ നെഹ്റുവിനെയും പട്ടേലിനെയും ഗാന്ധിജിന്റെയും ഒക്കെ ആ വിഷയങ്ങളിലൂടെ ഇങ്ങനെ ഒന്നും കൊണ്ട് കണ്ടുപിടിക്കും. നമുക്ക് തന്നെ എന്താണ് ഒരു കുളിരാണ് അല്ലെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിന് എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ ദേശീയ ഗാനവും പതാകയും ബഹുമാനിക്കേണ്ടത് എന്താണ്? ഒരു പൗരന്റെ ധർമ്മമാണ്. അവിടെ അവർ പറയണം, സ്കൂളിലെ ടീച്ചേഴ്സ് പറയണം, നമുക്ക് പ്രാർത്ഥന ചെയ്യണം, നിങ്ങൾ അവിടെ നിൽക്കും നമ്മൾ പറയണം. അല്ല, അത് നമ്മുടെ കടമയാണ്, പൗരന്റെ ധർമ്മമാണ്. ഇനി പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ ആദർശങ്ങളെ വിലമതിക്കുന്നത് അതെന്താണ്? ഒരു ധാർമ്മിക കടമയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ആദർശങ്ങളെ ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലേ, ഇപ്പൊ നമ്മൾ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ പഠിക്കുന്ന സമയത്ത് അവരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് അല്ലേ, നമ്മൾ എന്താണ് അത് നമ്മുടെ ഒരു ധാർമ്മിക, നമ്മൾ അതിനെ ആദർശങ്ങളൊക്കെ എന്ത് ചെയ്യണം? വിലമതിക്കുന്ന, അതിനെ മതിപ്പ് ഉളവാക്കണം. ഓക്കെ, അതൊക്കെ എന്താണ്? ഒരു ധാർമ്മിക കടമയാണ്. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് കേട്ടോ, അതൊരിക്കലും വിദേശികൾക്ക് ബാധകമല്ല. ഒന്ന് നോക്കിക്കേ, നമ്മുടെ ഇന്ത്യൻ പതാകനെ അനുസരിക്കണമെന്ന് മറ്റൊരു രാജ്യങ്ങളോട് ആവശ്യപ്പെടാൻ പറ്റുമോ? നമ്മൾ അനുസരിക്കുമോ? അമേരിക്കൻ ഭരണഘടനയിൽ അവരുടെ ദേശഗാനത്തെയും ദേശീയഗീതത്തെയും ബഹുമാനിക്കണമെന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ കേൾക്കോ? ഇല്ല. അപ്പൊ അതെന്താണ്? അത് വിദേശികൾക്ക് ബാധകമില്ല. അത് അങ്ങനെ ഒരു ക്ലൂവിൽ വെച്ചാൽ മതി. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ ഓരോ പോയിന്റും എടുത്തു പറയുന്നത്. മൗലിക കടമകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്, വിദേശികൾക്ക് ബാധകമല്ല. അപ്പൊ ഈ ഒരു ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി. നമുക്ക് എക്സാം ഹാളിൽ വിദേശികൾക്ക് ബാധകമാവില്ലേ മൗലിക കടമകൾ എന്ന് പറയുന്നത്? അല്ല. നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ മറ്റു രാജ്യങ്ങളോട് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? നമ്മൾ അനുസരിക്കുമോ? ഇല്ല. പിന്നെ ന്യായവാദത്തിന് അർഹമല്ല. എന്താണ്? കോടതിയിൽ പോയിട്ടൊന്നും നമുക്ക് മൗലിക കടമകൾ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൗലിക കടമകൾ ചെയ്തില്ല പറഞ്ഞിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിക്ക് നമ്മളെയും ശിക്ഷിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ആരെങ്കിലും മൗലിക കടമകൾ അനുസരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാനായിട്ടും കഴിയില്ല. അപ്പൊ ന്യായവാദത്തിന് അർഹമല്ല. ഇനി കോടതികൾക്ക് അവ നടപ്പിലാക്കാനോ നിർദ്ദേശിക്കാനോ ആകില്ല. എന്താണ്? കോടതികൾക്ക് അവ നടപ്പിലാക്കാനോ നിർദ്ദേശിക്കാനോ ആകില്ല. ഒരാളോട് ഒരിക്കലും നിർബന്ധപൂർവ്വം നിങ്ങൾ ഇത് അനുസരിച്ചേ, ഈ മൗലിക കടമകൾ അനുസരിച്ചേ പറ്റൂ എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നിർദ്ദേശിക്കാൻ ആർക്കും ഒന്നിനും പറ്റില്ല. അതൊക്കെ അവനവന്റെ ഉത്തരവാദിത്വം മാത്രമാണ്. ഇനി പൗരന്മാരെ സ്വന്തം അവകാശങ്ങൾക്കൊപ്പം കടമകളെയും കുറിച്ച് ബോധവാന്മാരാക്കി ജനാധിപത്യപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലാണ് മൗലിക കർത്തവ്യങ്ങളുടെ ധാർമ്മിക മൂല്യം നിലനിൽക്കുന്നത്. അപ്പൊ മൗലിക കടമകളുടെ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഓരോരുത്തരും എന്ത് ചെയ്യണം? അത് സ്വയം തന്നെ ചിന്തിച്ചിട്ട് അതിന്റെ ആ മൂല്യത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, അതൊരിക്കലും മറ്റുള്ളവരുടെ നിർബന്ധം മൂലം ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്താണ്? പൗരന്മാരെ സ്വന്തം അവകാശങ്ങൾക്കൊപ്പം കടമകളെയും കുറിച്ച് ബോധവാന്മാരാക്കണം. ബോധവാന്മാരാക്കി ജനാധിപത്യപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലാണ് മൗലിക കർത്തവ്യങ്ങളുടെ ധാർമ്മിക മൂല്യം നിലനിർത്തുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്? ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് പുറത്തെറിയരുത്. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണ്, ഇത് റോഡ് സൈഡ് വലിച്ചെറിയരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിച്ചു അതിന്റെ കവർ അവിടെ വേസ്റ്റ് ഇടരുത്, ഇത് പ്ലാസ്റ്റിക് ആണ്, പൊല്യൂഷൻ ആണ്, മലിനമാണ് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം? അതിനെ നിർമ്മാർജ്ജനം ചെയ്യണം. അതല്ലേ ആവശ്യം. അല്ലാതെ എന്താണ്? അത് നമ്മൾ സ്വയം എന്ത് ചെയ്യണം? അത് അപ്പൊ അതിനാണല്ലോ പ്ലാസ്റ്റിക്കിനെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബോധവൽക്കരണങ്ങളും ക്യാമ്പുകളും ഒക്കെ നടക്കണം. അങ്ങനെ ഓരോരോ മേഖലയിൽ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നദികളിൽ എത്രത്തോളം അഴുക്കുകളാണ് വന്ന് അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക്കുകൾ. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ നടന്ന നമുക്കറിയാം, കോർപ്പറേഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതൊക്കെ എന്താണ്? അത് മുഴുവൻ വലിച്ചെറിഞ്ഞത് അവിടെ ആര് തന്നെയാണ്? നമ്മൾ ഓരോ ജനങ്ങളുമാണ് അല്ലേ. അതിന് ഉത്തരവാദിത്വം ആ ജനങ്ങൾ തന്നെയല്ലേ. അത്രയും ആ നദികളിലേക്ക് എറിഞ്ഞത് മുഴുവൻ ആരാണ്? എന്നിട്ട് എന്തെങ്കിലും കുറ്റം വരുന്ന സമയത്ത് ഈ ജനങ്ങൾ തന്നെയായിരിക്കും പ്രതികരിക്കുക. ആ എറിഞ്ഞവർ ആലോചിക്കില്ല ഇത് ഞാൻ ഓരോരുത്തരും എറിഞ്ഞതാ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരു കുപ്പി എറിയുമ്പോൾ അയ്യോ ഒരു കുപ്പി എറിയുമ്പോൾ അങ്ങനെ 10 പേര് ചിന്തിപ്പിക്കുമ്പോൾ 10 കുപ്പി ആയില്ലേ. അപ്പൊ ഇതേ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ജനങ്ങളെ ബോധവാന്മാരാക്കുക, എന്നിട്ട്
നിങ്ങൾ അതിനകത്ത് ശ്രമിക്കുക. ഇനി മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള, ഇപ്പൊ ശ്രദ്ധിക്കണം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരാൻ കാരണമായ കമ്മിറ്റിയാണ് സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്താണ്? മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത്. എപ്പോഴായിരുന്നു? 1998 ജൂലൈയിലാണ് ഈ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയെ നിയമിക്കുന്നത്. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരുന്നു, അതിന്റെ അധ്യക്ഷനായിരുന്നു തന്നെയായിരുന്നു, വർമ്മയായിരുന്നു കേട്ടോ. റിപ്പോർട്ട് സമർപ്പിച്ചത് 1999ലാണ്. 1998 ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. അപ്പൊ മൗലിക കടമകളുമായിട്ട് വരുന്ന കമ്മിറ്റികൾ ഏതൊക്കെ ചോദിച്ചാൽ സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി, വർമ്മ കമ്മിറ്റി, സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി. അപ്പൊ നമ്മൾ വേഗം ഇത് സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി, വർമ്മ കമ്മിറ്റിനൊക്കെ അവിടെ നിന്ന് തള്ളിവിടും. അല്ല, ജസ്റ്റിസ് സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ വരാൻ കാരണമായ കമ്മിറ്റിയാണ്. അതായത് പിന്നെ ഇതിലെ നിയമവ്യവസ്ഥകൾ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ, ഇതിന് എന്തൊക്കെയാണ് ഇവിടെ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്, അതിനൊക്കെ നിലനിൽപ്പ് പരിശോധിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത്. 1998 ജൂലൈയിലാണ് വർമ്മ കമ്മിറ്റിയെ നിയമിക്കുന്നത്. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴായിരുന്നു? 1999ലായിരുന്നു. ഇനി ഇത് വന്നിട്ട് തുല്യതയിൽ കിടക്കുന്നതാണ് കേട്ടോ. പ്ലസ് ടുവിന്റെ തുല്യതയിൽ കിടക്കുന്നതാണ്, നമുക്ക് നോക്കാം കേട്ടോ. ഇനി പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങൾ 1976 ഭരണഘടനയുടെ 42ാമത് ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങളുടെ ഒരു പട്ടിക ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുകയുണ്ടായി. അവ താഴെ സൂചിപ്പിക്കുന്നു. ഏതൊക്കെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്? ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുക, പിന്തുടരുക. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക, സംരക്ഷിക്കുക. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക. ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. മതപരവും ഭാഷപരവും പ്രാദേശികവും വിഭാഗീയമായ വൈവിധ്യങ്ങൾക്കെതിരെ ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങള് പരിത്യജിക്കുക. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുക. ജീവികളോട് കാരുണ്യം നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുക. ശപഥം ചെയ്ത അക്രമം ഉപേക്ഷിക്കുക. അപ്പൊ ഇത്രയും എന്താണ്? മൗലിക കടമകളാണ്. ഇപ്പൊ ഇതിൽ എത്രയായി? 3, 6, 7, 8, 9 അല്ലേ? നമുക്ക് നോക്കാം, അടുത്ത മൗലിക കടമകൾ നോക്കാം. 6നും 14, 11ാമത്തെ ആയിരുന്നു. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണയുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുക. ഇത് 11ാമത്തെ മൗലിക കടമ. എത്രാമത്തെ ഭേദഗതിയാണ്? 2002 86ാം ഭേദഗതിയാണ്. ഇനി ഇത് കിടക്കുന്നത് NCERT-യിലാണ് കേട്ടോ. അത് തുല്യതയിലാണ്, ഇത് NCERT-യിലാണ്. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കപ്പെട്ടു. മറ്റു വിഷയങ്ങളോടൊപ്പം പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക ഈ ഭേദഗതിയിൽ ചേർക്കപ്പെട്ടു. മനസ്സിലായി? ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആകെ 10 ചുമതലകൾ എഴുതി ചേർക്കപ്പെട്ടു. എന്നിരുന്നാലും ഈ ചുമതലകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടന മൗനം പാലിക്കുന്നു. ഓക്കെ, അതൊരു നിർബന്ധപൂർവം പറയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പൗരന്മാർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ പ്രതിരോധിക്കുക, എല്ലാ പൗരന്മാർക്കിടയിലും സൗഹാർദ്ദത്തെ പരിപോഷിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയവ മൗലിക കടമകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നിരുന്നാലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ ചുമതലകൾ നിർവഹിക്കണമെന്ന യാതൊരു നിബന്ധനയും ഭരണഘടനയിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ മൗലിക അവകാശം, എനിക്ക് അവകാശമുണ്ട്, എനിക്ക് ഈ അവകാശമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്, എനിക്കത് വേണം, എനിക്കിത് വേണം എന്ന് പറയുന്നതിനോടൊപ്പം എന്താണ്, മൗലികാവകാശങ്ങൾക്ക് ഭരണഘടനയിൽ അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അല്ലെ? അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് മൗലിക കടമകൾക്കും ആ പ്രാധാന്യം കൊടുത്തില്ല എന്നാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത്. അതൊരു നിർബന്ധപൂർവം പറയണം അല്ലെ? നിർബന്ധപൂർവം പറയണം. പ്ലാസ്റ്റിക് മലിനീകരണം വേസ്റ്റ് ആക്കരുത്, അല്ലെങ്കിൽ നമ്മൾ സൗഹാർദ്ദത്തെ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നല്ലൊരു സൗഹാർദ്ദമായിട്ട് കൊണ്ടുപോകണം, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ഇതൊക്കെ എന്താണ്, ഒരു കടമയായിട്ട് വെറുതെ എഴുതി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് അവിടെ ഒരു നിയമമാക്കിയില്ല എന്നാണ് അത് പറയുന്നത്. നോക്കൂ, യാതൊരു നിബന്ധനയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഈ അർത്ഥത്തിൽ. മൗലിക കർത്തവ്യങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി മൗലിക അവകാശങ്ങളുടെ പദവിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓക്കെ, മൗലിക അവകാശങ്ങളുടെ പദവിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓക്കെ ആണല്ലോ?
അപ്പൊ പിന്നെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, എന്താണ്, മൗലിക കടമകളിന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മൗലിക അവകാശങ്ങളിൽ അതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ഭരണഘടനയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ തുല്യതയും നോർമലായിട്ട് ഒരു PSC ഉദ്യോഗാർത്ഥി എന്താണോ പഠിക്കേണ്ടത് മൗലിക കടമകൾ അത് മുഴുവൻ ആ പോയിന്റ് ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തുല്യതാ ക്ലാസ്സിൽ നിന്നുള്ളത് എടുത്തിട്ടുണ്ട് +1. അതുപോലെ തന്നെ നമ്മൾ NCERTയും എന്ത് ചെയ്തു, ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഈ മൗലിക കടമകൾ തന്നെയാണ് നമ്മുടെ SCERTയിലും കിടക്കുന്നത്. അത് വീണ്ടും ഞാൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഈ 10-11 മൗലിക കടമ പറഞ്ഞ SCERTയിലും NCERTയിലൊക്കെ 11 മൗലിക കടമകൾ എന്താണ്, സെയിം തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ മാറണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് SCERT ഉള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിന്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ NCERT ഉള്ളത് നമ്മൾ അങ്ങനെ ആ പിക്ചർ വേസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്തായി, മൗലിക കടമകളും പൂർത്തിയായിട്ട്. നാളെ നമുക്ക് എന്ത് ചെയ്യാം, മാർഗനിർദ്ദേശക തത്വങ്ങൾ എടുക്കാം. അപ്പോൾ നാളെ ബുധനാഴ്ചയല്ലേ, നോക്കാം, ഇന്ന് ട്യൂസ്ഡേ. അപ്പോൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസമുണ്ട്. 4 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ 1 കഴിക്കും. പിന്നെ പൗരത്വം കഴിക്കണം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കഴിക്കണം, ദേശീയ ഗാനം, ദേശീയ ഗീതം അത് ഒറ്റ ക്ലാസ് ആയിട്ട് തരാം കേട്ടോ. അപ്പൊ എത്രയും ആ ടോപ്പിക്കുകൾ തന്നെ അവിടെ ഏകദേശം, പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഇന്ത്യൻ പ്രസിഡന്റും അതൊക്കെ നമ്മളൊന്ന് മുൻകൂട്ടി കാണണം കേട്ടോ. പ്രിലിംസ് ആണ് മെയിൻ ആയിട്ട് എടുത്ത്, ആ സ്ക്രീനിൽ പിക്ചർ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് പഠിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ശനിയാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ അവിടെ നമുക്ക് 10 മാർക്കിനുള്ളത് നമ്മൾ അവിടെ സ്കോർ ചെയ്തിരിക്കും. SCERT ഫുള്ള് ബേസ് ചെയ്തിട്ട് SCERT പോയിന്റുകൾ മാത്രം എടുത്തിട്ട് ഒരു പോയിന്റ് തരാം കേട്ടോ ഞാൻ. ഇനി ഇതൊക്കെ നമ്മൾ മൗലികാവകാശങ്ങളും കടമകളും ഒക്കെ ഇതിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും SCERTയില് കോൺസ്റ്റിറ്റ്യൂഷനിൽ 5 മുതൽ 10 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ പോയിന്റ് SCERTയിൽ വരുന്നുണ്ടോ അത് മാത്രം പോയിന്റ് വെച്ചിട്ട് എന്ത് തരാം, SCERT ലെസൺ എടുത്ത് തരില്ല, പോയിന്റും ആൻസറും വെച്ചിട്ട് തരാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ എല്ലാം ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയായോ ഇന്ത്യൻ ജോഗ്രഫിയൊന്നും നമുക്ക് 10th ബേസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, NCERT പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത് SCERT ബേസ് ചെയ്തിട്ട് തന്നെ എല്ലാതും പരമാവധി NCERT അടക്കം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ തരും. ക്ലാസ്സിൽ NCERTയിൽ പരമാവധി പോയിന്റ് തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ ആ റൈറ്റ് സൈഡ് കാണുന്ന ഒരു ബെൽ ബട്ടൺ അല്ല, അതൊന്നും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സുകൾ ഇതിനനുസരിച്ചിട്ട് ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകും. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുക. ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്നും ഒരിക്കലും അത് ഒരുപാട് കുറച്ച് ഇടയിലൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതൊന്നും നടക്കില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. താഴെ കമന്റ് കൂടി രേഖപ്പെടുത്തിയാൽ അത്രയും സന്തോഷം. നിങ്ങളുടെ കമന്റിനനുസരിച്ച്, നിങ്ങളുടെ കമന്റാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞു പോകുമ്പോൾ ഇനി NCERT പഠിക്കാനുണ്ട്, അതൊന്നും നിങ്ങൾക്ക് വേണ്ട. നമ്മൾ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആയിരിക്കും കേട്ടോ. റിവിഷൻ മസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അത് നമുക്ക് നെഗറ്റീവ് വരാതെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിലൂടെ അത് ഒരുപാട് പ്രാവശ്യം കടന്നു പോയേ പറ്റും. അപ്പൊ അതിന് എന്ത് വേണം, റിവിഷൻ വേണം. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.